പ്രേമിക്കുന്ന പെണ്ണ് ചതിച്ചൂന്നും പറഞ്ഞ് അവളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ആൾക്കാരുള്ള സമൂഹത്തിലാ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആതിര അജയനെ കിട്ടാത്തതില് നല്ല വിഷമം അജയൻ ഉണ്ടായിട്ടുണ്ടാവണം. ഇനി മറ്റാരെങ്കിലും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലും അവൻ പണത്തിനു വേണ്ടി മാത്രം ആയിരിക്കില്ല ഇതിന് തയ്യാറായത്. ആതിര അവനെ ചതിച്ച വിഷമം കൂടി അവനുണ്ടായിരിക്കും. എടുത്ത് എന്തൊക്കെയാ പറയുന്നേ? ആതിരയ്ക്ക് അജയനെ ഇഷ്ടമല്ലായിരുന്നു, പിന്നെങ്ങനെയാ ആതിര അവനെ ചതിച്ചെന്ന് പറയുന്നത്? എന്നിട്ട് ഇഷ്ടമില്ലാത്ത ആളെയാണോ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചത്? അതും നിശ്ചയം വരെ എത്തിച്ചതും. അല്ലെങ്കിൽ ഞാൻ എന്തേലും ഇവിടെ പറഞ്ഞ എല്ലാവർക്കും വിഷമാണല്ലോ. ആർക്കെന്ത് തോന്നിയാലും ശരി, പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈശ്വരാനുഗ്രഹം കൊണ്ടാ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. അജയനെ വേഗം പോലീസ് കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കെല്ലാരും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോ അന്ന് ആയുസിന്റെ ബലമൊന്നും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതല്ല, ഇനി ഈ കൂട്ടത്തിൽ നിന്ന് ആരുടെയെങ്കിലും ജീവൻ പോകുന്നതുവരെ കാത്തിരിക്കാനാണെങ്കിൽ അങ്ങനെ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. ഇവരൊക്കെ ചെയ്തു വെച്ച ഓരോന്നിനും എന്റെ അച്ഛനും സഹോദരങ്ങൾക്കും ഒന്നും ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ എനിക്ക്. മാഷേ, നിങ്ങൾ വിഷമിക്കരുത്. ഏത് കാര്യവും അവന്തിയേക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. അവൾക്കുള്ളില് നല്ല സങ്കടം ഉണ്ടാവും. അതാ. അവന്തിക പറഞ്ഞതുപോലെ ഒന്നും ആവണമെന്നില്ല. ഇനി അങ്ങനെയാണെങ്കിലും മാഷറിയാത്ത സംഭവമല്ലേ ഇതെല്ലാം. മോശപ്പെട്ട ഒരുവന് മോളെ വിവാഹം കഴിച്ച് കൊടുക്കില്ലെന്നല്ലേ ഏതൊരച്ഛനും ആലോചിക്കും. അതവൻ വാശിയിലെടുത്തതിന് നിങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അവന്തിക പറഞ്ഞ രീതി ശരിയായില്ല എങ്കിലും അവള് പറഞ്ഞൊരു കാര്യം ഞാനും പറയാം. അവനെ വേഗം പോലീസിന്റെ കയ്യിൽ കിട്ടാൻ പ്രാർത്ഥിക്കാം നമുക്ക്. സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും മനസമാധാനത്തോടെ ജീവിക്കാനും കഴിയണം. എടോ, താൻ എന്തിനെങ്ങനെ കരയുന്നേ? ഇതെല്ലാം ഉണ്ടായത് താൻ കാരണമാണെന്ന് കരുതിയിട്ടാണോ? അതെന്റെ കരുതലല്ലോ സന്ദീപ്.
താഴെ ഇപ്പൊ അവന്തി കേട്ടത്തി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഞാൻ അജയനെ വഞ്ചിച്ചൂന്ന്, എന്റെ വീട്ടുകാര് അവനെ പറ്റിച്ചൂന്ന്. അതെ, അവന്തി കിടത്തി പറയുന്നതായിട്ട് വിഷമിക്കാനാണെങ്കിൽ തനിക്ക് വിഷമിക്കാനേ നേരം കാണും. അവന്തി കിടത്തി പറഞ്ഞല്ല സത്യമെന്നും അത് ഏട്ടത്തിന്റെ സംശയമാണെന്നും താൻ ഒഴികെ അവിടെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. എടോ, അജയൻ എന്ന് പറയുന്ന ആൾ വലിയൊരു ക്രിമിനലാണെന്ന് എനിക്ക് തനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ചെയ്ത ഒരു കാര്യത്തിന് താനിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. നടന്നൊക്കെ സന്ദീപിനും അറിയാവുന്ന കാര്യല്ലേ? അജയന്റെ വിവാഹം വന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നതല്ലേ എനിക്ക് വിവാഹം വേണ്ടാന്ന്. എടോ, അതൊക്കെ എനിക്കും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ എന്നോ മറന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി, അതിന്റെ ദേഷ്യം കൊണ്ടാ ഏട്ടത്തി അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ സന്ദീപിന്റെ ഏട്ടത്തി എന്ത് പറഞ്ഞാലും സന്ദീപ് അതിനെ ന്യായീകരിക്കരുത്. ഏത് മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെങ്കിലും കേട്ടതും വിഷമിച്ച് തല താഴ്ത്തി നിന്നതും എന്റെ അച്ഛനും അമ്മയോ. അങ്ങനെ ഏട്ടത്തി പറയുന്നതെല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. തിരിച്ചൊന്നും പറയാത്തതേ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഞാനും അച്ഛ ചേച്ചിയും എന്തെങ്കിലും പറഞ്ഞു പോയാ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത എന്നേക്കുമായി പോവരുതെന്ന് കരുതിയിട്ടാ. സന്ദീപ് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എന്റെ അച്ഛനെ അമ്മയും ഏട്ടനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാ എനിക്കതൊന്നും സഹിക്കാൻ പറ്റാത്ത. സന്ദീപും ചേച്ചിയൊക്കെ പറയുന്നതുകൊണ്ടാ ഞാനെല്ലാം ക്ഷമിക്കുന്നത്. ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സന്ദീപ്. സന്ദീപിനെ നല്ലപോലെ അറിയാലോ എന്റെ സ്വഭാവം. അതോ ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എടോ, താൻ എന്തൊക്കെയാടോ പറയുന്നത്? എടോ, ഏടത്തിക്കാളും മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ തന്നെയല്ലേ? എടോ, വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നോടൊപ്പം തന്നെ കാണും. അതില് തനിക്ക് സംശയമൊന്നും വേണ്ട. താഴെ ഞാനൊന്നും മിണ്ടാത്തത് താൻ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ. ഞാനോ താനോ ആരെയും വേദനിപ്പിക്കരുത്. എടോ, ഒരമ്മയച്ഛനാകാൻ തയ്യാറെടുക്കുന്നവരാണ് നമ്മള്. അറിയാത്ത കാര്യത്തിന് പോലും ആരെയും വിഷമിപ്പിക്കരുത്. അത് മറ്റൊരു തരത്തിൽ നമ്മുടെ കുഞ്ഞിനെ ആയിരിക്കും ബാധിക്കുന്നത്. അതൊക്കെ എനിക്കും അറിയാം സന്ദീപേ. ഞാൻ കാരണമാണ് എല്ലാവർക്കും അപകടം ഉണ്ടായെന്നൊക്കെ പറയുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന്റെ ബാക്കിയായിട്ടാണോ ഈ ദുരന്തങ്ങളൊക്കെ? എടോ, അങ്ങനൊന്നുമില്ല. താനും അർച്ചനയെടുത്തി അവധിയെടുത്തിയൊക്കെ ഈ കുടുംബത്തിന്റെ ഭാഗ്യമല്ലടോ. പലരുടെയും സ്വഭാവം പലതാണെന്ന് മാത്രം. അതെ, അതുകൊണ്ട് ഇനിയും താനതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കരുത്. അത് തന്നെ പോലെ തന്നെ എനിക്കും വിഷമം ഉണ്ടാക്കും. എന്താ നന്ദേട്ട ആലോചിക്കുന്നേ? എന്താ ഞാൻ നന്ദേട്ടാന്ന് വിളിച്ചോണ്ടാണോ ഇങ്ങനെ നോക്കുന്നത്? എന്നാലേ അതൊരു പാഴ്വിളി മാത്രമായിരുന്നു. മനസ്സിൽ നന്ദൻ തന്നെയാ. പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന കണ്ടപ്പോ വെറുതെ കാര്യം തിരക്കുന്നേ ഉള്ളൂ.
എനിക്കറിയാം എന്താ കാര്യം. നിനക്ക് മര്യാദയ്ക്ക് എന്റെ ചെലവിൽ ഏതെങ്കിലും ഒളിസങ്കേതത്തിൽ ജീവിച്ച പോരായിരുന്നോ? ഇത് വല്ലതും അറിയണമായിരുന്നോ? അർച്ചനയും അവളുടെ വീട്ടുകാരെയും തലേ കയറ്റി പൊക്കി വെച്ച് നടന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്നേലും പണി തരുംന്ന്. ആ അജയൻ എന്ന് പറയുന്നവന് മോളെ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. സന്ദീപിന്റെ പണത്തൂക്കം കണ്ടപ്പോ അജയനെ മറന്ന് മോളെ പിടിച്ച് സന്ദീപിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. അതെന്താ തെറ്റ് മുഴുവൻ അവരുടെ ഭാഗത്താണെന്ന് നീ പറയുന്നത്? സന്ദീപും അതിൽ തെറ്റുകാരനല്ലേ? സന്ദീപ് എങ്ങനെയാ തെറ്റുകാരനാവുന്നേ? ആമ്പിള്ളേര് അങ്ങനെ തന്നെയാ. ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുകും. പെൺമക്കളെ സൂക്ഷിക്കേണ്ടതേ അവരുടെ വീട്ടുകാർ തന്നെയാ. ഓ, അതെന്താ ആൺപിള്ളേർക്ക് മാത്രം ഒരു ചെളിയും വെള്ളവും? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നൊരു തെറ്റല്ല എന്റെ അനിയൻ ചെയ്തത്. അവരായതുകൊണ്ട് ക്ഷമിച്ചു. നീ പറയുന്നത് സന്ദീപിനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അർച്ചനയോടും വീട്ടുകാരോടും എനിക്ക് വിദ്വേഷം തോന്നണം, അതല്ലേ നിന്റെ ഉദ്ദേശം? എങ്കിലേ അതിന് നീ ശ്രമിക്കണ്ട, നടക്കത്തില്ല. നടക്കണ്ട, ഓടാം ഈ നാട്ടിൽ നിന്ന് തന്നെ. മാഷും കമലയൊക്കെ മോളെ കൊടുക്കാത്തോണ്ടുള്ള വാശിയില അജയൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇങ്ങനെ ആരെയൊക്കെ അവർ ചതിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അവറ്റകൾ കാരണം ബാക്കിയുള്ളവരോട് ചാവൂന്നാ തോന്നുന്നേ. നീ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നവളല്ലേ, പിന്നെന്തിനാ നിനക്കത്ര ടെൻഷൻ? ഓ, നീയും കൂടെ അതിനൊപ്പം മരിക്കുമെന്ന് കരുതിയിട്ടാവും അല്ലേ? എന്നാലേ ആ ചിന്ത വേണ്ട. ഈ വീട്ടിൽ നീ മാത്രമേ മരിക്കൂ. പിന്നെ നിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ അജയൻ എന്ന് പറയുന്നവൻ ഏത് തരക്കാരനാണെന്നും ആരുടെ സഹായിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവന്റെ നാവിൽ നിന്ന് വരുന്ന പേര് അവന്തിക എന്നാണെങ്കിൽ നിന്നെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കത്തില്ല. നിന്നെ അന്ന് തന്നെ തീർക്കും. നന്ദനെന്തിനാ എന്നെ വെറുതെ സംശയിക്കുന്നത്? ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് നന്ദനായിട്ട് എന്നെ വെറുതെ ഇതിൽ പിടിച്ചിടരുത്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. സാറേ, ഈ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, പൊല്യൂഷനും ഇല്ല. ഫൈൻ അടിച്ച് പറഞ്ഞുവിട്. എന്തായി? ഇതാ സാർ. ഇന്നലെ നമ്മൾ നെല്ലിശ്ശേരി വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയ നിമിഷം മുതൽ അജയന്റെ എല്ലാ കോൾ ഡീറ്റെയിൽസ് ഇതിലുണ്ടല്ലോ അല്ലേ? ഇതിലുണ്ട് സാർ. സാറ് പറഞ്ഞ സമയം മുതൽ ഇതുവരെയുള്ള എല്ലാ കോൾ ലിസ്റ്റും ഇതിലുണ്ട്. എത്ര ആലോചിച്ചിട്ടും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. അജയൻ അവന്തികയുടെ ആളാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനി ആതിരയെ വിവാഹം കഴിപ്പിക്കാൻ അവന്തിക തന്നെ ആയിരിക്കോ അജയനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചത്? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ.
മീരടത്തിയുടെ അകന്ന ബന്ധത്തിലുള്ളതാ ഈ അജയൻ. ആ വഴിക്ക് തന്നെയാ ഈ കല്യാണം ആലോചിച്ച് വന്നതും. അതിനുശേഷം അവന്തിയെടുത്തി അജയനെ പരിചയപ്പെടുന്നതും ആതിരയെ ഏത് വിധേനയും വിവാഹം കഴിക്കാൻ പണം ഓഫർ ചെയ്യുന്നതും. ഞാൻ ഇന്നലെ കൂടി അവളോട് ചോദിച്ചപ്പോഴും ഇതിലൊരു പങ്കുമില്ലെന്നാ അവന്തിക പറയുന്നത്. അവൾ പറയുന്നത് ഞാൻ മുഖവിലേക്കെടുത്തിട്ടില്ല, എങ്കിലും അതിൽ സത്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളും അനഘയും കേക്ക് കഴിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, വഴിയിൽ അജയനും ഗുണ്ടകളും ചേർന്ന് വണ്ടി തടഞ്ഞു എന്നല്ലേ അർച്ചന പറഞ്ഞത്. അവന്തിക അവനെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിൽ വിഷം കഴിച്ച് കിടക്കുന്ന അവന്തികയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ അജയൻ ശ്രമിക്കൂ. അതാണ് അവന്തിക ആവില്ല ഇതിന്റെ പുറകിൽ എന്ന് ഞാൻ പറയാൻ കാരണം. അജയനെ കിട്ടിയാലേ എന്തെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്താനാവൂ. സച്ചേട്ടനാ. എനിക്കറിയാം, എല്ലാവരും അവന്തികയെ കുറ്റം പറയുമ്പോഴും ഞാനടക്കമുള്ളവർ അവളെ പ്രതിസ്ഥാനത്ത് ചേർക്കാൻ ശ്രമിക്കുമ്പോഴും നന്ദന് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ടെന്ന്. ഇല്ലെന്ന് നന്ദൻ എന്നോട് കള്ളം പറയണ്ട. അച്ഛന്റെ അവസ്ഥ ഓർത്താണ് അവന്തികയോട് താൽക്കാലികമായി ക്ഷമിച്ചതെന്നും അതുകൊണ്ട് മാത്രമാണ് അവന്തിക ഇപ്പോഴും നെല്ലിശ്ശേരിയിലുള്ളതെന്നും നന്ദൻ പറയുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ടെന്നോ സ്നേഹിച്ചതിൻ്റെയും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടതിൻ്റെയും കുറ്റബോധം നിറഞ്ഞൊരിഷ്ടം ഇപ്പോഴും നന്ദൻ അവന്തികയോട് ഉണ്ടെന്ന്. സന്ധ്യ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. എല്ലാവരെയും പോലെ കുറെ സ്വപ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാനും വിവാഹം കഴിച്ചത്. കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. പക്ഷെ അവന്തികയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നറിഞ്ഞപ്പോൾ നന്ദനെന്ന ഞാനും എൻ്റെ വ്യക്തിത്വവും എവിടേക്കോ പോയി. ഞാൻ അവളെ സ്നേഹിച്ച അത്രയും അവൾ എന്നെ ഉപദ്രവിച്ചു, വിശ്വസിച്ച അത്രയും വഞ്ചിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും അത് വേഗത്തിൽ നമ്മൾ മറക്കുമല്ലോ. എന്നെ ഉപദ്രവിച്ചൊക്കെ ഞാൻ മറന്നാലും എൻ്റെ കുടുംബത്തെ തകർക്കാൻ നടക്കുന്നവളെ ഞാനിനിയും എങ്ങനെ സ്നേഹിക്കും? സന്ധിക്കറിയോ, ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാവുന്ന തോന്നലാണ് ഞാനും അവന്തിയും ഒരു മുറിയിൽ ഇപ്പോഴും കഴിയുന്നത്. മുൻപെപ്പോഴെങ്കിലും ഒരു മാപ്പ് പറഞ്ഞ് അവൾ എന്നിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. മുഖത്തു നോക്കി ഒരു കുറ്റബോധവും ഇല്ലാതെ കൊല്ലും എന്ന് കൊലവിളി നടത്തുന്ന ഒരാളുടെ മനസ്സിൽ എവിടെയാ സ്നേഹം? എനിക്കറിയാം അവന്തിയേക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന്. എന്റെ താലിയും കഴുത്തിലിട്ട് എന്നെ കൊല്ലാൻ അവൾ നടക്കുക. മരിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ താലി കെട്ടിയ കഴുത്ത് എന്റെ കൈകൊണ്ട് ഞാൻ തന്നെ ഞെരിക്കേണ്ടി വരും. ആ ദിവസം എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ നന്ദ. നന്നായി ജീവിക്കണം അതിയായി ആഗ്രഹിക്കുന്നവരെ ഈശ്വരൻ അധികകാലം ചേർത്ത് വെക്കില്ല. നന്ദനെ പോലെ ഒരാളായിരുന്നു എൻ്റെ ഇക്കയും. ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച് അവരുടെ തണലിൽ വളർന്ന് അന്യമതക്കാരിയായ എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ആരുമില്ലാതായി പോയ ഒരാളാ എൻ്റെ ഇക്ക. ഞാനും ഇക്കയും ഒന്നിച്ച ശേഷം ഒരിക്കൽ പോലും ആ കാര്യം പറഞ്ഞ് എന്റെ മുന്നിൽ വിഷമിച്ചിട്ടില്ല ആ പാവം. ആരുമില്ലാത്ത എനിക്ക് എല്ലാം ആവണമെന്ന് മാത്രം പറയും. എന്തു വന്നാലും എന്നെ ഉപേക്ഷിക്കില്ല എന്നും. ആ
വാചകം തന്നിരുന്ന ധൈര്യമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലായിരുന്നു. എന്റെ അനാഥത്വം മുഴുവൻ ആ വാക്കുകളിൽ മുങ്ങിപ്പോവും. എനിക്കും നന്ദനും ഒരേ ജീവിതം തന്നെയാ. അത് രണ്ടും രണ്ട് സാഹചര്യത്തിലാണെന്ന് മാത്രം. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ജീവിച്ച് തീരാൻ നേരം കുറെ കണ്ണീരല്ലാതെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ഭർത്താവായിരുന്നു എന്റെ ഇക്ക. അവന്തികയ്ക്ക് ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാനും കഴിയില്ല. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. കുറെ നാൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ആരെയും ഈശ്വരൻ സമ്മതിക്കില്ല. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സന്ധ്യയ്ക്ക് ആലോചിച്ചൂടെ?